വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. പലതരത്തിലും ബന്ധനങ്ങൾ തീർക്കാറുണ്ട്. കർമ്മമുട്ട്, തൊഴിൽമുട്ട്, ദേഹമുട്ട്, വിവാഹമുട്ട്, വിദ്യാമുട്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മുട്ടുകൾ തീർക്കാറുണ്ട്. അത് സാധാരണ ക്ഷേത്രത്തിലൊക്കെ പോയി അല്ല കർമ്മങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നാളികരത്തിന് തിരി ഒഴിഞ്ഞു വെച്ചിട്ടോ അല്ലെങ്കിൽ നാളികരം പ്രാർത്ഥിച്ചിട്ട് തിരി ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ നടക്കിൽ വെച്ച് മന്ത്രം ജപിച്ചിട്ട് അടുത്തന്നെ വെച്ചിരിക്കുന്ന കല്ലിൽ അടിച്ചുടയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ലക്ഷണം പറയും. കണ്ണുകൂടെ പൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊരു അടയാളം ഇട്ടിട്ട് അതിൽ ഫലം പറയുന്നത് രാശിയുടെ അപ്പോഴത്തെ രാശി ഫലം എങ്ങനെ, ചന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ ശുഭാബുധൻ ഗുരു ശുക്രൻ അതെങ്ങനെ നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എന്ന് ഗുളികൻ എവിടെ നിൽക്കണം എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് അവരോട് ഫലം പറയും. പിന്നെ കണ്ണികൂടെ ചിഹ്നിണ്ടെങ്കിൽ അതങ്ങനെ അതിൻ്റെ ഫലങ്ങൾ പറയും. അപ്പോൾ പറഞ്ഞു വന്നത് അതേപോലെ തന്നെ ഒരു ശക്തമായിരിക്കുന്ന ഒരു കർമ്മ ക്രിയയാണ് ദശദണ്ഡ് വിധി പ്രകാരം എന്നുള്ളത്. ദശദണ്ഡ് വിധി. അപ്പോൾ ആ ദശദണ്ഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ ശത്രു ആഭിചാരം മഹാഭിചാരം വരെ അതിൽ ഒഴിഞ്ഞു പോകണമെന്നാണ് പറയുന്നത്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ തൊഴിൽ ബന്ധനങ്ങൾ, മറ്റ് കർമ്മബന്ധന, അതേപോലെ ഗ്രഹമുട്ട്, എല്ലാ മുട്ട് ബന്ധനങ്ങളെല്ലാം അതിൽ തീരാത്ത ബന്ധനങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാം. അപ്പം അത് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അപ്പം അതിൽ ഒരുക്കും പൊടികൾ സാധാരണ പോലെ തന്നെ ഒരു കർമ്മത്തിനുള്ളത് ആ ഒരുക്കും പൊടി അരിപ്പൊടി, മഞ്ഞപ്പൊടി, നെല്ല്, ചുണ്ണാമ്പ്, നെല്ല് വറുത്തടിച്ച തവിട്, അരി വറുത്ത് വെച്ചത്, അവല്, മലര്, ശർക്കര, പഴം, അതേപോലെ തന്നെ മദ്യം, അതേപോലെ മഞ്ഞപ്പൊടി, നിവേദ്യത്തിലേക്ക് ശർക്കര, പഴം, പിന്നെ ചന്ദനത്തിരി, അതുപോലെ 21 നാഴി ഗുരുതി കൊള്ളുന്ന ഒരു പുതുക്കുടം. ആ പുതുക്കുടത്തിൽ 7 കിണറ്റിലെ വെള്ളം കൊണ്ട് ഗുരുതി ഉണ്ടാക്കണം. 7 കിണറ്റിലെ വെള്ളം കൊണ്ട് ഗുരുതി ഉണ്ടാക്കി, അതേപോലെ തന്നെ 3 ഒലയ്ക്ക, ആ 3 ഒലയ്ക്ക അതിങ്ങനെ 3 ഭാഗത്തായിട്ട് അങ്ങനെ തല ഒരുമിച്ച് വരാവുന്ന തരത്തിൽ ഇങ്ങനെ ചേർത്ത് നിൽക്കും. അത് 3 ഭാഗത്തേക്കായിട്ട് കാലിങ്ങനെ വെച്ച പോലെ നിൽക്കും. കയറുകൊണ്ട് ചൂടിക്കയറുകൊണ്ടൊക്കെ വരിഞ്ഞ് കെട്ടി അങ്ങനെ കെട്ടണം. അതേപോലെ തന്നെ ചെന്തെങ്ങിൻ്റെ ഒരു നാളികേരം, അങ്ങനെ അതിലേക്ക് ഈ ഉരുക്കും പൊടികളൊക്കെ വെച്ചിട്ട് അതിലാദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗുരുതി ഉണ്ടാക്കും. 21 നാഴി കൊള്ളുന്ന ആ പാത്രത്തിൽ അത്രയും ഗുരുതി ഉണ്ടാക്കിയിട്ട് മഞ്ഞപ്പൊടി, ചുണ്ണാമ്പ്, അത്രയും വെള്ളം ചേർത്ത് 7 കിണറ്റിൽ വെള്ളം ചേർത്തിട്ട് ഗുരുതി ഉണ്ടാക്കണം. ആ ഗുരുതി ഉണ്ടാക്കി വെച്ചിട്ട് ഈ 3 ഒലയ്ക്ക വിട്ടിട്ട് അത് കൂട്ടിക്കെട്ടിയിട്ട് ശുദ്ധി ചെയ്ത് 3 ഒലയ്ക്ക കൂട്ടിക്കെട്ടിയിട്ട് 3 ഭാഗത്തേക്കായിട്ട് അത് നിർത്തും. കാല് 3 ഭാഗത്തേക്കായിട്ട്. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് അടിയിൽ നോക്കിയിട്ട് അവിടെ ശുദ്ധി ചെയ്തിട്ടുണ്ടാവും, തേച്ച് വൃത്തിയാക്കിയിട്ടുള്ളതായിരിക്കും ആണ്. അപ്പം അതിൽ 16 അടിക്ക് കളം കെട്ടിയിട്ട്, ഭദ്രകാളിക്ക് 16 അടിക്ക് കളം കെട്ടിയിട്ട് അതിൽ അരി, നെല്ല്, തവിട്, അതിലേക്ക് നേദിക്കാനായിട്ടുള്ളതായ അവല്, മലര്, ശർക്കര, പഴം ഇത്യാദികൾ, അതേപോലെ തന്നെ ഇളനീര്, ഗണപതിക്ക് നിറ, അങ്ങനെ ആ നിറ നെല്ലൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് പൂജിച്ച്, എന്നിട്ട് ഗുരുതി കൊണ്ട് പൂജിച്ച്, പിന്നെ മദ്യം കൊണ്ടും പൂജിച്ചതിന് ശേഷം ഈ ഒലയ്ക്ക വെച്ചിട്ടുള്ള അതിലേക്ക് കർമ്മങ്ങൾ ചെയ്തിട്ട് ഒരു 308 തവണ മന്ത്രം ജപിച്ച് ആവാഹിച്ച് ആദ്യം ധർമ്മദീപാദികളിൽ നിന്നും പിന്നീട് കുടുംബാദികളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും പിന്നെ ഓരോ മൂർത്തികളെയും ആവാഹിച്ചിട്ട് ഈ കുടുക്കയിലിട്ട് പൂജിച്ചിട്ട്, അതേപോലെ തന്നെ ഒലയ്ക്ക കെട്ടി വെച്ചിട്ടുണ്ട്. അതൊന്നും വെക്കാനായിട്ടൊരു വെട്ടുകല്ലും വേണം. അങ്ങനെ ഈ ധർമ്മദൈവാദികളിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രമൂർത്തികളിൽ നിന്ന് ആവാഹിച്ചിട്ട് ആവോളം ആവാഹിച്ച് അത് ഈ കുടത്തിലിട്ടിട്ട്, അതേപോലെ തന്നെ വ്യക്തികളിൽ നിന്ന് ആവാഹിച്ചിട്ടതിന് ശേഷം കുടം വായിക്കെട്ടിയിട്ട് ഈ 3
ഈ ഒലക്ക കെട്ടി വെച്ചിട്ടുണ്ട്. ആ ഒലക്കയില് അതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ 3 ഭാഗത്തേക്ക് അതങ്ങനെ നിൽക്കും, നല്ല പുറത്തോടെ കിട്ടും. അതിൻ്റെ മീതിൽ വെട്ടുകല്ല് വെക്കണം. ആ വെട്ടുകല്ല് വെച്ചതിന് ശേഷം അതിനെ പൂജിച്ചിട്ട് തുണി കൊണ്ട് തന്നെ ഒരു തിരിക ഉണ്ടാക്കി ആ തിരിക വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഈ കുടം വയ്ക്കും. ഈ കുടം വെച്ചിട്ട് അതിൻ്റെ മീതെ പാകായ ഒരു കല്ലും വെക്കും. ചിലവരങ്ങനെ വെക്കും. അല്ലെങ്കിൽ ഈ കുടം മാത്രം വാക്കിയിട്ടിട്ട് അങ്ങനെ വെക്കും. എന്നിട്ട് അതിനെ പൂജിക്കും. അപ്പോൾ അതിനെ പൂജിച്ചിട്ട് അതിന് മന്ത്രങ്ങളൊക്കെ ജപിച്ച് പൂജിച്ചതിന് ശേഷം ചെന്തെങ്ങിൻ്റെ നാളികേരം, ആ ചെന്തെങ്ങിൻ്റെ നാളികേരം ഈ പുതുക്കുടത്തമ്മ ഗുരുതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കുടത്തിൻ്റെ മീതെ ഗുരുതി ഈ ചെന്തെങ്ങിൻ്റെ നാളികേരം വയ്ക്കും. വലിയ നാളികേരം, നല്ല നാളികേരം വയ്ക്കും. ചിലവർ അത് വെട്ടുകുത്തിയുണ്ട് 3 തവണ വാങ്ങി 4ാമത്തേനെ വെട്ട് വിളിക്കും അത്. അപ്പം അത് എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയും മന്ത്രങ്ങളൊക്കെ ജപിച്ച് വാക്കിയെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മന്ത്രങ്ങൾ തന്നെ ജപിച്ചിട്ട് ഇതിൻ്റെ മീത് തിരി കത്തിച്ച് വയ്ക്കണം. അടിയിലും തിരി കത്തിച്ച് വയ്ക്കുന്നുണ്ടാവും. ചിലവർ പൂവന്മാരുടെ ഇലയിൽ ചുറ്റുഭാഗം ഈ 16 അടിക്ക് കെട്ടിയ കളത്തിൻ്റെ ചുറ്റുഭാഗം പൂവന്മാരുടെ ഇലക്കഷ്ണങ്ങളിൽ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ പോളയിൽ, വാഴപ്പോളയിൽ, വാഴപ്പോളയിൽ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ചിലവർ ഒലക്കൊണ്ടാണ് അടിക്കുക. മന്ത്രങ്ങൾ ജപിച്ചിട്ട് 2 വങ്ങി അല്ലെങ്കിൽ 3 വങ്ങി അടുത്തതിൽ ഒറ്റ അടി അടിക്കും. അടിക്കുമ്പോൾ ഈ നാളികേരം പൊട്ടണം. ആ നാളികേരം പൊട്ടിയിട്ട് ഈ കുടുക്ക പൊട്ടണം. ആ കുടുക്കും പൊട്ടിയിട്ട് ഈ ഗുരുതി അടിയിൽ കെട്ടിയിട്ടുള്ള കളത്തിലേക്ക് സമർപ്പിക്കണം, അല്ലെങ്കിൽ അതിൽ വീഴണം. ഇതടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അങ്ങനെ ആ ഗുരുതി ഇതിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുതി ഇതിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് വെട്ടനോട് കൂടിയിട്ട് തന്നെ എല്ലാ ബന്ധനങ്ങളും കെട്ടുമുട്ട് മാരണ ആഭിചാര ദോഷങ്ങളെല്ലാം വിട്ടുപോകുന്നതാണ് സങ്കല്പം. അപ്പം ഇതിൽ തന്നെ പലരും പല സംഗതികളും ഇനി ചേർക്കാനുള്ളവരുണ്ട്. ഏകദേശം ഇതാണ് മോഡല് എങ്കിൽ തന്നെ അതിൻ്റെ കൂട്ടുകളിലും പല കാര്യങ്ങളിലും ചിലർ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല അത്. അപ്പം ഇത് എന്താന്ന് പറഞ്ഞാല് നല്ലതാണ്. പക്ഷെ ഞാൻ ചെയ്തെന്ന് കണ്ട ആള് ശരിക്ക് ഈ ഒലക്കൊണ്ട് അടിക്കുന്ന വശം ഒലക്ക നമ്മൾ കൊണ്ടില്ല, ഇതൊക്കെ കൂടിയിട്ട് താഴ്ത്തിക്ക് മറിഞ്ഞു വീണു. അപ്പം അതൊരു അപഹാസ്യമായി. അപ്പം അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കാലൊന്നും മറിഞ്ഞു പോകാതെ അടിക്കുന്നത് ശരിക്കും നമുക്ക് കൊള്ളണം. അങ്ങനെ വരുമ്പോഴാണ് നാളികേരം പൊട്ടണം. നാളികേരം തെറിച്ച് പൊട്ടുകാരില്ല. അതുമ്പോൾ നാളികേരം പൊട്ടുകയും ഒപ്പം തന്നെ, അല്ലെങ്കിൽ ആ കുട ഉടഞ്ഞ് കല്ല് വെച്ചിട്ടുണ്ട്, കല്ലിന് കൂടിയിട്ട് അടിക്കുന്നതിൽ രണ്ടും രണ്ടായിട്ട് പോകണം. അങ്ങനെ വരുമ്പോഴാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ ദശദണ്ഡ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ പൂർത്തീകരിക്കുള്ളൂ. അല്ലാണ്ട് അടിച്ച് തകർന്ന് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ കുടം പൊട്ടിയില്ല, അല്ലെങ്കിൽ നാളികേരം തെറിച്ച് പോയി ഒന്നും ശരിയാവില്ല. അത്രയും നല്ല സൂക്ഷ്മമായിട്ടുള്ളതായ ഒരു മനസ്സോടും ആ അന്തരീക്ഷത്തോടും കൂടി വേണം ചെയ്യാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ചിന്ത ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാടാൻ പാടില്ല. അപ്പം അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് മന്ത്രം ഉണ്ട്. ഓം ശക്തിയായിരിക്കുന്ന മൂലാധാരം കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, കിഴക്കുദയമാന പർവ്വതം കെട്ടിയ കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, പടിഞ്ഞാറ് അസ്തമാന പർവ്വതം കെട്ടിയ കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, തെക്ക് ത്രികൂട പർവ്വതം കെട്ടിയ കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, വടക്ക് മഹാമേരു പർവ്വതം കെട്ടിയ കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, ആകാശം കെട്ടിയ കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, ഭൂമി കെട്ടിയ കെട്ടഴിച്ചൻ മുട്ടഴിച്ചൻ, സകല കെട്ടും മുട്ടും കലിവെന്തലയും നീരോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നാളികേരം അടിച്ചുടയ്ക്കുക. ആ ഒരൊറ്റടിക്ക് പൊട്ടണം. ഒരൊറ്റടിക്ക് പൊട്ടി കഴിഞ്ഞാലാണ് ഉദ്ദേശ കാര്യം നടക്കുക. ആ അടിച്ച അടിയിൽ ആ അടിയുടെ കനം പോലെ ഇരിക്കും. ആ അടിച്ച വശം നാളികേരം ഉടഞ്ഞ് കുടുക്ക, അത് പുതുക്കോട ഉടഞ്ഞ് ആ ഗുരുതി കംപ്ലീറ്റ് അടിയിൽ വെച്ചിട്ടുള്ള ഭദ്രകാളിക്ക് കർമ്മം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
അതിലേക്ക് ഈ ഗുരുതി മൊത്തം അതിലേക്ക് വീടിനോട് കൂടിയിട്ട് ആ ഗുരുതി സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഗുരുതി കമഴ്ത്തുന്ന അതേ ഒരു സംഭവമാണ് അത് വരുന്നത്. അതോടുകൂടി എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറും. അപ്പൊ ഇതാണ് ദശദണ്ഡ് വിധി. ആ ദശദണ്ഡ് വിധിപ്രകാരം കർമ്മം ചെയ്യുമ്പോൾ അവിടെയും പറയേണ്ട ദശദണ്ഡ് വിധിപ്രകാരം കർമ്മം ചെയ്യുമ്പോൾ സർവ്വവിധ കെട്ട് മുട്ട് മാരണ ആഭിചാര ദോഷാംശങ്ങള് തൊഴിൽ മുട്ട് ഗ്രഹമുട്ട് മഹാ ആഭിചാര പ്രവൃത്തികളെ വരെ തീർക്കാൻ കെൽപ്പുള്ളതാണത്രേ ഈ ദശദണ്ഡ് വിധി. അപ്പൊ അത് ചെയ്യുന്നത് തെറ്റായി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കും ദുരിതമാണ്, കാര്യം നടക്കില്ല. അപ്പൊ ഇതാണ് ദശദണ്ഡ് വിധിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഏകദേശം ഇതുപോലെ തന്നെയാണെങ്കിൽ ഒരുക്കും പൊടിയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കുറെ സംഗതികളും വെക്കാൻ ചിലവരൊക്കെ വെക്കുന്നവരുണ്ട്. ചിലവര് നാളികേരം പലതും എടുത്തിട്ട് അതൊന്ന് വെച്ച് വെട്ടി മുട്ടിക്കുന്നുണ്ട്. കുടുക്കേമ വെച്ച് അതിൽ കല്ലും വെച്ചിട്ട് അതിന് മീതെ വെച്ച് പൊട്ടിക്കുന്നവരുണ്ട്. അപ്പോ ഇതാണ് ദശദണ്ഡ് വിധി. അപ്പൊ ഈ ദശദണ്ഡ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള അറിവ് പകർന്നു തന്നതില് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.